ഓക്കെ, നമ്മുടെ അടുത്ത ടോപ്പിക്ക് ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്. നമ്മൾ ഇത്രയും നേരം എന്താ ഡെറിവേറ്റീവ്സ് എന്താ, ലിമിറ്റ്സ് എന്താ, ഡിഫറൻസിയേഷൻ, ഇംപ്ലിസിറ്റ്, എക്സ്പ്ലിസിറ്റ്, ടൈലർ സീരീസ്, ഡെറിവേറ്റീവ്സിന്റെ ഇക്വേഷൻ, ലൈൻ ബെൻഡിങ് കോൺസെപ്റ്റ്, അങ്ങനെ കുറെ കാര്യം പഠിച്ച് അതിന്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അതിന് കുറെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അത് നമ്മുടെ ടൈം ഡൈലേഷന്റെ എക്സാമ്പിൾ ഒക്കെ വെച്ചിട്ട് നമ്മൾ കാണിച്ചു തന്നു, ചിലതൊക്കെ പറഞ്ഞു പോയി. ഓക്കെ, ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് ആപ്ലിക്കേഷൻസ് പറയാം. ഓക്കെ, നമ്മൾ എന്താണ് ആഹ് എന്താണ് ചില സമയത്തൊക്കെ യൂസ് ചെയ്യുന്നതാ. ഓക്കെ, അത് ആദ്യം ഒരു ഇക്വേഷൻ വരായിട്ടും അതെങ്ങനെ റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്നു എന്നുള്ള സാധനവും പറഞ്ഞുതരാം. ഓക്കെ, ഇനി അതിന് എല്ലാം പറയേണ്ടുന്നൊരു കാര്യം, ഞാൻ ഈ പറഞ്ഞു വന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം അതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഇതിന് മുമ്പ് ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിട്ട് ഞാനത് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തില്ല. ജസ്റ്റ് ലൈക്ക് ഇൻ എ നട്ട്ഷെൽ, ജസ്റ്റ് പെട്ടെന്നൊന്ന് പറഞ്ഞു പോകത്തേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണണേ അവിടെ കയറി നോക്കാം. അത് ഏതാണെന്ന് ഞാൻ പറയാം പറഞ്ഞു പോകുന്ന സമയത്ത്. ഓക്കെ, ഇനി പറയുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻസിലോട്ട് കയറാം. ഓക്കെ, അതിനകത്ത് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് 2 ആപ്ലിക്കേഷൻ ഉണ്ട്. അതായത് മിനിമം മാക്സിമം കണ്ടുപിടിക്കുക എന്നത്. ഓക്കെ, അതുപോലെ തന്നെ റേറ്റ് ഓഫ് ചേഞ്ച്. നമ്മുടെ ലൈൻ ബെൻഡിങ് കോൺസെപ്റ്റ് എല്ലാം ഫോളോ ചെയ്ത് വന്നവർക്കറിയാം ഈ റേറ്റ് ഓഫ് ചേഞ്ച് എന്താണ്. ഈ റേറ്റ് ഓഫ് ചേഞ്ചിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് വളരെ പറഞ്ഞിട്ടുണ്ട്. ഒരു വാല്യൂ മാറുമ്പോൾ അടുത്ത വാല്യൂ എങ്ങനെ ആയിരിക്കും ഡിപ്പെൻഡൻ്റ് ആവുന്ന ചേഞ്ച് വരുന്നത്, അങ്ങനത്തെ കുറേ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ മിനിമം മാക്സിമം കണ്ടുപിടിക്കുന്നത്, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ആപ്ലിക്കേഷനാണ്. ഇത് ചെറിയൊരു ആപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഓൾറെഡി പറയുന്നുണ്ട്, നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ChatGPT, ഡീപ് സീക്ക്, അങ്ങനത്തെ എല്ലാം AI ടൂൾസ് ഉണ്ടല്ലോ. അപ്പോൾ ഇത് ട്രെയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടുന്നത് എന്താ, അതിൻ്റെ എറർ കുറയ്ക്കുക എന്നുള്ളതാണ്. എറർ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ മിനിമൽ എറർ. ഓക്കെ, അപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ മിനിമം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയ, ഓക്കെ, അത് പ്രത്യേകിച്ച് എറർ ഫംഗ്ഷൻ ആണെങ്കിൽ എറർ ഫംഗ്ഷൻ്റെ മിനിമം കണ്ടുപിടിക്കാൻ പറ്റിയ എറർ കുറവായിരിക്കും. അങ്ങനെ എറർ പറഞ്ഞാൽ എന്ത് പറ്റും, മാക്സിമം ആക്യുറസി കിട്ടും. ഓക്കെ, അങ്ങനെയാണ് ഈ പറഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് ലാസ്റ്റിൽ എത്താൻ പോകുന്നത് നമ്മുടെ ഈ ആപ്ലിക്കേഷൻസിലോട്ട് ഡീപ് ലേണിംഗ് അങ്ങോട്ടൊക്കെയാണ്. അപ്പോൾ അവിടെ എന്തായാലും ഗ്രേഡിയൻ ഡിസെൻറ്റ് എന്നൊക്കെ വരുമ്പോൾ അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അത് ഈ മിനിമം മാക്സിമം കണ്ടുപിടിക്കുന്നതിൽ ഒരുപാട് ഉപകാരമുണ്ട്. ഇപ്പം ഞാൻ ഇത് നമ്മളിപ്പോൾ ഡെയിലി യൂസിന് AI ടൂൾസ് ഉപയോഗിക്കുന്നതുകൊണ്ട് മാത്രമുള്ള പറഞ്ഞതാണ്. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്, ഇഷ്ടം പോലെ. ഓക്കെ, അപ്പം നേരെ അതിലോട്ട് കയറാം. എന്താണ് ഈ മിനിമം മാക്സിമം? റേറ്റ് ഓഫ് ചേഞ്ച് എന്താണെന്ന് പറയാം, ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒന്നുകൂടെ കറുപ്പ് ചെയ്തില്ല. അതിന് മുമ്പ് എന്താണ് ഈ മിനിമം മാക്സിമം, ഇതെങ്ങനെ നമുക്ക് ഡെറിവേറ്റീവ് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും, സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് നമ്മുടെ മിനിമം മാക്സിമം കോൺസെപ്റ്റിലോട്ട് വരാം. ഓക്കെ, ഇത് പറയുന്നതിന് മുമ്പ് കുറേ സംശയങ്ങൾ വരും, അത് വെച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഓക്കെ, തൽക്കാലം ഇപ്പോൾ ഇമേജ് ഒന്നും നോക്കണ്ട, ജസ്റ്റ് പറയുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ ഈ കാണുന്ന റെഡ് ലൈൻ ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഓക്കെ, എനി ഫംഗ്ഷൻ ആവാം, നമ്മുടെ ലോസ് ഫംഗ്ഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ. അതായത് നമുക്ക് എന്തിന്റെ മിനിമം മാക്സിമം ആണോ കണ്ടുപിടിക്കേണ്ടത് ആ ഫംഗ്ഷൻ. ഇനി ഈ കാണുന്ന ബ്ലൂ ഡോട്ടഡ് ലൈൻ ആണ് നമ്മുടെ ടാൻജന്റ് ലൈൻ. ഓക്കെ, എന്താണെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. തൽക്കാലം ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. നമ്മുടെ ലൈൻ ബെൻഡിങ് കോൺസെപ്റ്റിൽ കൂടെ വന്നവർക്ക് എന്താണെന്ന് കുറേയൊക്കെ കത്തിയിട്ടുണ്ടായിരിക്കും ഈ ബ്ലൂ ഡോട്ടഡ് ലൈൻ. അറിയാത്തവർക്ക് കുഴപ്പമില്ല, പറഞ്ഞുതരാം. ഇനി ചിലർക്ക് ഒരു സംശയം തോന്നും, കാരണം നമ്മൾ ഈ സീരീസ് ഒക്കെ തുടങ്ങിയപ്പോഴേ നമ്മൾ പറയുന്നത് എന്താ, റിയൽ വേൾഡിലൊരു ആപ്ലിക്കേഷനാണ് നമുക്ക് വേണ്ടുന്നത്. പക്ഷെ ഇപ്പൊ ഒരു ഫംഗ്ഷനൊക്കെ കാണിക്കുന്നത്. റിയൽ വേൾഡിൽ ഈ ഫംഗ്ഷൻ എങ്ങനെ ആപ്ലിക്കബിളോ? ഇത് സപ്പോസ് ഇപ്പൊ ഞാൻ പറയുക, നമ്മളിപ്പോ ഒരു സ്റ്റോക്ക് വാങ്ങിക്കാൻ പോവാ. ഓക്കെ, അപ്പം നമ്മൾ സ്റ്റോക്ക് വാങ്ങിക്കുന്ന എപ്പോഴാണ്, സ്റ്റോക്കിന് ഏറ്റവും കൂടുതൽ വില കുറഞ്ഞിരിക്കുമ്പോൾ. ഓക്കെ, എന്നല്ല സ്റ്റോക്കിന് ഏറ്റവും കൂടുതൽ വില കൂടിയിരിക്കുമ്പോൾ നമുക്കത് വിൽക്കാൻ പറ്റും. അപ്പൊ നമുക്ക് എന്താ അറിയേണ്ടത്, സ്റ്റോക്ക് ഏറ്റവും കൂടുതൽ കുറഞ്ഞിരിക്കുന്നതും സമയം സ്റ്റോക്കിന്റെ വില ഏറ്റവും കൂടുതൽ കൂടിയിരിക്കുന്നതും. ഓക്കെ, അതായത് സ്റ്റോക്ക് മാർക്കറ്റിലെ കേസാണ് പറയുന്നത്. അപ്പം നമുക്ക് എന്താണ്, എപ്പോഴാണോ കുറഞ്ഞിരിക്കുന്നത് എപ്പോഴാണോ കൂടിയിരിക്കുന്നത് അറിയണം. ഓക്കെ, ആ കോൺസെപ്റ്റ് എങ്ങനെ ഇവിടോട്ട് വരും? അതായത് നമുക്ക് ആക്ച്വലി വേണ്ട സ്റ്റോക്ക് കുറഞ്ഞതും കൂടിയിരിക്കുന്ന, പക്ഷെ ഇവിടെ ഒരു ഫംഗ്ഷൻ അല്ലേ കാണിക്കുന്നത്. ആക്ച്വലി നമുക്ക് ഇതുപോലെ റിയൽ വേൾഡിൽ ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ ഫംഗ്ഷൻസ് ആക്കാം. ഓക്കെ, തൊട്ട് മുമ്പേ പറഞ്ഞ എക്സാമ്പിളിന്റെ കൂട്ടാൻ ഈ പറഞ്ഞ LLM-ന്റെ എല്ലാം നമുക്ക് ട്രെയിനിങ് പോസിബിൾ ആയത് അതിന്റെ ലോസ് ഫംഗ്ഷൻ ഇതുപോലെ ഒരു ഗ്രാഫായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, ഇനി ഈ ഗ്രാഫിന്റെ അകത്താണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്ക് ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് എന്താണ് റിയൽ വേൾഡിൽ കാണാൻ പറ്റിയില്ലെങ്കിലും അതിന്റെ എല്ലാം ബാക്കിൽ ഇങ്ങനെ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ ഉണ്ട്. നമുക്ക് മോസ്റ്റ് ഓഫ് ദ തിങ് മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതായത് ഞാനൊരു ബോൾ എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ജാവലിൻ എടുത്തിട്ട് നല്ല ഫോഴ്സിൽ എറിയുക. അപ്പൊ എന്താ,
എനിക്കൊരു പ്രൊജക്ടൈൽ മോഷൻ ആയിരിക്കും കിട്ടുന്നത്. എനിക്ക് കറക്റ്റായിട്ട് എൻ്റെ എറിയുന്ന സ്പീഡും ഞാൻ എറിയുന്ന ആംഗിളും എനിക്കുണ്ടെങ്കിൽ അത് ഇത്രാമത്തെ പൊസിഷനിൽ എവിടെ ആയിരിക്കുമെന്നും അതിൻ്റെ സ്പീഡ് എന്തായിരിക്കുമെന്നും എനിക്ക് കറക്റ്റ് പ്രെഡിക്റ്റ് ചെയ്യാം. അതിൻ്റെ കാര്യം എന്താ? എനിക്ക് അതിനെ ഒരു ഗ്രാഫിൽ വരയ്ക്കാം, അല്ലെങ്കിൽ എനിക്ക് അതിൻ്റെ വാല്യൂസ് കറക്റ്റ് പ്രെഡിക്റ്റ് ചെയ്യാം. വാല്യൂസ് കറക്റ്റ് പ്രെഡിക്റ്റ് ചെയ്യാമെങ്കിൽ, ഫ്യൂച്ചറിലെ വാല്യൂസ് പ്രെഡിക്റ്റ് ചെയ്യാമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യുന്ന ഒരു ഗ്രാഫിൽ വരയ്ക്കാം. ഇതുപോലെ തന്നെ റിയൽ വേൾഡിൽ ഒരുപാട് കേസും. സപ്പോസ് വേറൊരു എക്സാമ്പിൾ പറയുന്ന ഒരു ക്രെയിൻ, ഈ പറയുന്നതായിട്ട് നല്ല ഹെവി വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ അപ്പം തോന്നിയ വള്ളിയെ ക്രെയിനിൽ ഇടാൻ പറ്റൂല. ഓക്കെ, ആ മെറ്റൽ റോപ്പ് ഉണ്ടല്ലോ ലിഫ്റ്റ് ചെയ്യുന്നത്, അതിനൊരു ഇത്ര വിഡ്ത്ത് വേണം. പിന്നെ ഈ പറഞ്ഞ മെറ്റൽ റോപ്പ് ഒരുപാട് പ്രോപ്പർട്ടി ഉണ്ട്. എലാസ്റ്റിസിറ്റി, പിന്നെ ഷിയർ ഫാക്ടർ, അതിൻ്റെ ടെൻഷൻ താങ്ങാനുള്ള കേപ്പബിലിറ്റി, പിന്നെ എന്താണ് സ്ട്രെച്ചിങ് കാരണം ഉണ്ടാകുന്ന ഹീറ്റ്, അങ്ങനത്തെ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പം ഇതെല്ലാം കറക്റ്റ് നമുക്ക് ആ റോപ്പിനെ കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ. കാരണം അതെങ്ങനെ അറിയാൻ ചോദിച്ചാൽ അത് എഞ്ചിനീയേഴ്സിന് അറിയാം. അതായത് കോപ്പർ വയറിൻ്റെയും സ്റ്റീൽ വയറിൻ്റെയും തമ്മിൽ വ്യത്യാസമുണ്ട് അതിൻ്റെ പ്രോപ്പർട്ടീസ്. അപ്പോൾ ആ പ്രോപ്പർട്ടീസ് നമുക്ക് അറിയാമെങ്കിൽ അതിൽ ഇത്ര വെയിറ്റ് കൊടുത്താൽ അതിലുണ്ടാവുന്ന ടെൻഷൻ ഫോഴ്സ് എത്രത്തോളമാണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. ഓക്കെ, ഇതിൽ കൂടുതൽ കൊടുത്താൽ പൊട്ടും. അപ്പോൾ എന്താണ്, അതാണ് മാക്സിമം പോയിന്റ്. ഓക്കെ, അതായത് നമുക്ക് റിയൽ വേൾഡിൽ ഒരുപാട് കാര്യം, ഈ ക്രെയിൻ തന്നെ എന്താ റിയൽ വേൾഡിൽ നമുക്ക് ഇഷ്ടം പോലെ ആപ്ലിക്കേഷൻ ഉള്ളതാണ്. പക്ഷെ ആ ക്രെയിനിന്റെ റോപ്പ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ആ ക്രെയിൻ്റെ ഹൈഡ്രോളിക്സ്, പിന്നെന്താ ഇപ്പൊ പറഞ്ഞ സ്റ്റോക്ക് മാർക്കറ്റിന്റെ കേസ്, പ്രൊജക്റ്റിൽ, ഇതുപോലെ ഒരുപാട് കാര്യം നമുക്ക് റിയൽ വേൾഡിൽ ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാം. മനുഷ്യന്റെ ബിഹേവിയർ ഒന്നും പ്ലോട്ട് ചെയ്യാൻ പറ്റത്തില്ല, സത്യം. മനുഷ്യന്റെ ബിഹേവിയർ, റോഡിൽ കൂടെ പോകുന്നൊരു കാറ്, ഇതൊക്കെ പ്ലോട്ട് ചെയ്യാൻ പാടാം. അതൊക്കെ നമുക്ക് വാല്യൂസ് ഉണ്ടെങ്കിൽ കഴിഞ്ഞതാണെങ്കിൽ നമുക്ക് പ്ലോട്ട് ചെയ്ത് വെക്കാം. പക്ഷെ ഫ്യൂച്ചറിലുള്ള പ്ലോട്ട് ചെയ്യാൻ പറ്റൂല ചില ഫംഗ്ഷൻസ്. പക്ഷെ ചിലത് നമുക്ക് ക്ലിയർ കട്ടായിട്ട് പ്ലോട്ട് ചെയ്യാം. എന്ത്, ഈ ജാവലിൻ എറിയുന്നത്, പിന്നെ ഈ പറഞ്ഞിട്ട് ക്രെയിൻ ഒരു ലിഫ്റ്റ് മീൻസ് ഇത്ര ഹൈറ്റ് ചെയ്യുന്ന ഒരു ഹെവി വെയിറ്റ് ലിഫ്റ്റ് ചെയ്താൽ ഓരോ ഹൈറ്റിലും അതിന്റെ മീൻസ് പൊട്ടൻഷ്യൽ എനർജി എല്ലാം നോക്കിയിട്ട് എത്ര ആയിരിക്കും ഫോഴ്സ്, അങ്ങനത്തെ നിങ്ങൾക്ക് തന്നെ അറിയില്ല. ഈ പോയിന്റിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഫ്യൂച്ചറിലുള്ള കുറേ കാര്യങ്ങൾ പറയാൻ പറ്റും. അത് നമുക്ക് ഇക്വേഷൻ വെച്ച് പ്ലോട്ട് ചെയ്യുന്നത്. ആൻഡ് ആ ഇക്വേഷൻസിനെ നമുക്ക് ഇതുപോലെ ഗ്രാഫിക്കലി കൊണ്ടുവരാം. ഇപ്പം മനസ്സിലായല്ല? അത് കുറച്ച് പേർക്ക് മാത്രം ചിലപ്പോൾ ഉണ്ടായ സംശയമായിരിക്കാം. കാരണം നമ്മൾ റിയൽ വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഇതെവിടെ റിയൽ വേൾഡ് വന്നേന്ന്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കുറച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈ പറഞ്ഞില്ലേ, ഇത് നമ്മുടെ ഫംഗ്ഷൻ. ഈ കാണുന്ന ബ്ലൂ ഡോട്ടഡ് ലൈൻ ഉണ്ടോ? ഓക്കെ, ഇത് നമ്മുടെ ടാൻജന്റ് ലൈൻ ആണെന്നല്ലേ പറഞ്ഞുള്ളൂ. നമ്മളിവിടെ ഡെറിവേറ്റീവിന്റെ കേസാണ് പറയുന്നത്. എവിടെ ഡെറിവേറ്റീവ്? നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം എന്താ? സ്ലോപ്പ് അറ്റ് എ സിംഗിൾ പോയിന്റ് എന്ന് പറയുന്നതാണ് ഡെറിവേറ്റീവ്. സ്ലോപ്പ് അറ്റ് എ സിംഗിൾ പോയിന്റ് എന്താ? ടാൻജന്റ്. സോ ബേസിക്കലി ഈ കാണുന്ന ബ്ലൂ ഡോട്ടഡ് ലൈൻ ആണ് എന്ത്? നമ്മുടെ ഡെറിവേറ്റീവ്. ഓക്കെ, അതായത് ഇപ്പൊ ഞാൻ ഈ പോയിന്റ് എടുക്കുക. ഏതിപ്പോ ഈ പറഞ്ഞ ഏത് ഈ ഒരു പോയിന്റ് എടുത്തെന്ന് വെച്ചാ, ഈ പോയിന്റിൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നതിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഈ പറയുന്ന ബ്ലൂ ഡോട്ടഡ് ലൈൻ. സോ ബേസിക്കലി ബ്ലൂ ഡോട്ടഡ് ലൈൻ എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് അറ്റ് ദാറ്റ് പോയിന്റ് ആണ്. ഓക്കെ, അതായത് ടാൻജന്റ്. സ്ലോപ്പ് അറ്റ് ദാറ്റ് പോയിന്റ് എന്താ? ഡെറിവേറ്റീവ്. ഓക്കെ, സോ ഇനി ഡെറിവേറ്റീവ് ഇവിടെ പോയി സംശയം തോന്നില്ല. കാരണം നമ്മുടെ ലൈൻ ബെൻഡിങ് കോൺസെപ്റ്റിൽ കവർ ചെയ്തവർക്ക് ഓൾറെഡി ക്ലിയർ കട്ടായിട്ട് അറിയാം ഈ ബ്ലൂ ഡോട്ടഡ് ലൈൻ എങ്ങനെയാണ് നമ്മുടെ സ്ലോപ്പ് ആയിരുന്നത്. സോ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ലൈൻ ബെൻഡിങ് കോൺസെപ്റ്റിലോട്ട് പോയി നോക്കാം. കാരണം ഇനി അങ്ങോട്ട് പോകുന്ന കാര്യങ്ങൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അതിന് നല്ല ലെങ്ത് ഉണ്ട്. കോംപ്ലിക്കേറ്റഡ് ആക്കാതെ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് മാക്സിമം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ കയറി നോക്കാം. ഇറ്റ്സ് വർത്ത് എന്ന് ഞാൻ പറയും. ഓക്കെ, അതായത് ഹൗ ഡെറിവേറ്റീവ് ബെൻസ് ലൈൻ, ഡെറിവേറ്റീവ് ഓഫ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനിൽ തുടങ്ങുന്നതാണ്. പിന്നെ ടൈലർ സീരീസ് കവർ ചെയ്ത് ഇറ്റ്സ് എ ട്രൂ മാസ്റ്റർ പീസ് ഓഫ് എന്താ മാത്സ്. അത് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ച മാസ്റ്റർ പീസ് ആണല്ല, മാത്സിന്റെ ഒരു മാസ്റ്റർ പീസ് ആണ് ഈ ലൈൻ ബെൻഡിങ്. അടിപൊളിയാണത്. ഇനി ഇപ്പൊ പറഞ്ഞില്ല, ഈ കാണുന്ന ബ്ലൂ ഡോട്ടഡ് ലൈൻ ആണ് നമ്മുടെ സ്ലോപ്പ് അറ്റ് എ പോയിന്റ്, അതായത് ഡെറിവേറ്റീവ്. ഇനി ബേസിക്കലി ഇതാ ഇവിടെ കണ്ട, ഇതാണല്ലോ ഇവിടെ മിനിമം മാർക്ക് ചെയ്ത്, ഇതാണ് ഇവിടെ മാക്സിമം മാർക്ക് ചെയ്ത്. നിങ്ങൾ തെറ്റിദ്ധരിക്കില്ലേ? ആക്ച്വലി ഈ മിനിമ എന്ന് പറയുന്നത് ലോക്കൽ മിനിമയാ. ഓക്കെ, ഇത് ലോക്കൽ മാക്സിമയാ. ഓക്കെ, നിങ്ങൾക്ക് കുറെ പേർക്ക് സംശയം തോന്നും, എന്താണ് ഈ ലോക്കൽ മിനിമ, ലോക്കൽ മാക്സിമ? അതെന്താ ഞാൻ പറയാം. ഈ ഫംഗ്ഷൻ കണ്ടോ, -x³ + 1.5x, അതായത് y = -x³ + 1.5x. ഞാനിവിടെ എക്സിന് എത്രത്തോളം വാല്യൂ ഇട്ട് കൊടുക്കുന്നോ അതിനനുസരിച്ച് ഈ ഗ്രാഫ് എനിക്ക് പ്ലോട്ട് ചെയ്യാം. അതായത് എക്സിന് നമുക്ക് എനി നമ്പർ ഇട്ട് കൊടുക്കാം, ഒരു നെഗറ്റീവ് ഇൻഫൈനൈറ്റ് നമ്പർ തൊട്ട് പോസിറ്റീവ് ഇൻഫൈനൈറ്റ് നമ്പർ. സോ ബേസിക്കലി അപ്പൊ ഈ കാണുന്ന ഈ കാണുന്ന കർവ് എങ്ങനെയായിരിക്കും? ഈ കർവ് ഇവിടെ കണ്ട മേളിൽ ഏതോ ഒരു പോയിന്റിൽ നിന്ന് ഇറങ്ങി വന്ന്, ഓക്കെ, ഇവിടെ ജസ്റ്റ് ഒന്ന് വളഞ്ഞ്, പിന്നെ ഇച്ചിരി ഒന്ന് കൂടി, ഇവിടെ ഒന്ന് വളഞ്ഞ്, പിന്നെ താഴോട്ട് ഇറങ്ങി പൊക്കൊണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണു തോന്നുന്നു നോക്ക്, അതായത് മേളിൽ ഏതോ ഒരു ഹയസ്റ്റ് പോയിന്റിൽ നിന്ന് വരിക, അതായത് ഏതോ ഒരു പോസിറ്റീവ് ഇൻഫിനിറ്റിന്ന് ഇറങ്ങി വന്നിട്ട് എന്ത്
ഈ പോയിന്റിൽ ഒന്ന് വളയുന്നു എന്നേ ഉള്ളൂ, ഒന്ന് വളഞ്ഞു, പിന്നെന്ത് ചെയ്ത് അവിടുന്ന് പിന്നെ ഒന്ന് കൂടി, ഓക്കെ, ചെറുതായിട്ടൊന്ന് കൂടി. അതായത് ഈ ഒരു ഹയസ്റ്റ് പോയിന്റിൽ നിന്ന് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത് പോട്ടെ, ഹയസ്റ്റ് പോയിന്റ്, അതായത് പോസിറ്റീവ് ഇൻഫിനിറ്റിന്ന് കുറഞ്ഞ് 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 ഈ വളയുന്ന പോയിന്റ് വരെ കുറഞ്ഞു വന്നിട്ട് അവിടുന്ന് പിന്നെ ചെറുതായിട്ടൊന്ന് കൂടി ഈ പോയിന്റ് വരെ കൂടിയിട്ട് പിന്നെ എന്ത് പറ്റി, പിന്നെ ഒരു താപ്പോട്ട് ഇറങ്ങി പൊക്കൊണ്ടിരിക്കുക, പിന്നെ എന്താ കുറഞ്ഞ് താഴോട്ട് പൊക്കൊണ്ടിരിക്കുക, എങ്ങനെ ഡീപ്പറായിട്ടൊരു പോയിന്റ്, അതായത് നെഗറ്റീവ് ഇൻഫിനിറ്റി. ഇത് ബേസിക്കലി ഈ കർവ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഇൻഫിനിറ്റിന്ന് ഇറങ്ങി വന്നിട്ട് നെഗറ്റീവ് ഇൻഫിനിറ്റിയിലോട്ടാ പോകുന്നത്. ഓക്കെ, ഇനി കണ്ണു വന്ന് തന്നെ നോക്കി, ഈ ഫംഗ്ഷന്റെ മിനിമം മാക്സിമം എന്താ? ഈ ഫംഗ്ഷൻ തുടങ്ങുന്ന ഇതിന്റെ ഏറ്റവും മിനിമസ്റ്റ് പോയിന്റ് എന്തായിരിക്കും? നെഗറ്റീവ് ഇൻഫിനിറ്റിയിൽ ഏതോ ഒരു പോയിന്റിലായിരിക്കും, അല്ലേ? അതായത് ഈ കാണുന്ന ഏറ്റവും താഴെ നെഗറ്റീവ് ഇൻഫിനിറ്റിയിൽ നെഗറ്റീവ് ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ ലിമിറ്റിലല്ല, അതായത് ബേസിക്കലി നെഗറ്റീവ് ഇൻഫിനിറ്റി ആണ് ശരിക്കും ഇതിന്റെ ലോക്കൽ മിനിമ, ഇതിന്റെ ലോക്കൽ അല്ല, ഗ്ലോബൽ മിനിമ. അതായത് ഈ കാണുന്ന ഫംഗ്ഷന്റെ മൊത്തത്തിലുള്ള മിനിമ എന്ന് പറയുന്നത് ഈ കാണുന്ന നെഗറ്റീവ് ഇൻഫിനിറ്റി ആയിരിക്കും, താഴോട്ടായിരിക്കും. ഈ കാണുന്ന ഫംഗ്ഷന്റെ മൊത്തത്തിലുള്ള മാക്സിമം, അതായത് ഗ്ലോബൽ മാക്സിമം എന്ന് വിളിക്കുന്ന പോസിറ്റീവ് ഇൻഫിനിറ്റിയിലോട്ട് അവിടെ ആയിരിക്കും. ഓക്കെ, അതായത് ബേസിക്കലി അതാ ഞാൻ പറഞ്ഞത്, കണ്ണ് തന്നെ തുറന്നു നോക്ക്, ഈ ഫംഗ്ഷൻ പോസിറ്റീവ് ഇൻഫിനിറ്റിന്ന് എവിടുന്നോ കയറി വരിക. അപ്പൊ എന്താ അതിന്റെ മാക്സിമം വാല്യൂ എന്തായിരിക്കും? പോസിറ്റീവ് ഇൻഫിനിറ്റിയിൽ ഏതോ ഒരു പോയിന്റ് ആയിരിക്കും. അതുപോലെ ഇത് ഇറങ്ങി നെഗറ്റീവ് ഇൻഫിനിറ്റിയിലോട്ട് വളരെ താപ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതിന്റെ മിനിമം പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് ഇൻഫിനിറ്റിയിൽ ഏതോ ഒരു പോയിന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞ രണ്ട് ടേംസ് ഏതൊക്കെയാ? ഗ്ലോബൽ മിനിമ, ഗ്ലോബൽ മാക്സിമ, ലോക്കൽ മിനിമ, ലോക്കൽ മാക്സിമ. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഈ മൊത്തത്തിലുള്ള ഫംഗ്ഷന്റെ ഗ്ലോബൽ മാക്സിമം ഏതായിരിക്കും? പോസിറ്റീവ് ഇൻഫിനിറ്റി, ഗ്ലോബൽ മിനിമ നെഗറ്റീവ് ഇൻഫിനിറ്റി. പക്ഷെ ഇതിന് ലോക്കൽ മിനിമ, ലോക്കൽ മാക്സിമ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതെന്താന്ന് വെച്ചാൽ അതാ നോക്ക്, ഈ ഫംഗ്ഷൻ നേരെ സ്ട്രെയിറ്റ് മേളിൽ നിന്ന് ഇറങ്ങി വന്ന് നേരെ അങ്ങ് താഴോട്ട് പോകലല്ലോ. അങ്ങനെ അത് എങ്ങനെ ഇരിക്കും? ഇവിടുന്ന് കണ്ട ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് തന്നെ ഇങ്ങനെ പോയേനെ. ഓക്കെ, അതായത് ഈ പോയിന്റിന് എടുത്താൽ ഇങ്ങനെ തന്നെ കണ്ട, ഇവിടെ വന്ന് വളയാതെ ഒരു സ്ട്രെയിറ്റ് ലൈൻ എടുത്താൽ ഇങ്ങനെ ഈ റെഡിൽ നിന്ന് ഇറങ്ങിയത് പിന്നെ ഈ ബ്ലൂവിന്റെ ഭാഗത്തിൽ ഇങ്ങനെ തന്നെ ഇറങ്ങി ഇങ്ങനെ പോണം. അതായത് എവിടെയും കുറയുന്നില്ല, മീൻസ് എവിടെയും കൂടുന്നില്ല, നേരെ മൊത്തത്തിൽ ഇറങ്ങി താഴോട്ട് തന്നെ പോകാതിരുന്നില്ല. പക്ഷെ ശരിക്കും സംഭവിക്കുന്നത് എന്താ? ഇത് പോസിറ്റീവ് ഇൻഫിനിറ്റിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഈ ഒരു പോയിന്റിൽ വളയുന്നു. ഓക്കെ, ഈ ഒരു പോയിന്റിൽ വളഞ്ഞിട്ട് അവിടുന്ന് പിന്നെ കൂടുന്നു. ഓക്കെ, കൂടി ഒരു പോയിന്റ് ചെയ്തിട്ട് പിന്നെയും കുറയുന്നു. ഈ കാണുന്ന രണ്ട് പോയിന്റ്സിനെയാണ് നമ്മൾ ലോക്കൽ മിനിമ, ലോക്കൽ മാക്സിമ എന്ന് വിളിക്കുന്നത്. അതായത് ബേസിക്കലി ഈ ഫംഗ്ഷന്റെ ഇത്ര ഒരു പാർട്ട് എടുത്താൽ, ഓക്കെ, ഈ രണ്ട് പാർട്ട് കണ്ടോ, ഇവിടുന്ന് ഈ പറയുന്ന പോസിറ്റീവ് ഇൻഫിനിറ്റിന്ന് ഇവിടം വരേക്കും, അതുപോലെ ഇവിടുന്ന് ഇവിടം വരേക്കും, ഈ ഇത്രയും പോയിന്റ്, അതായത് ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റും അതുപോലെ ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെ കൺസിഡർ ചെയ്താൽ നമുക്ക് മിനിമമായിട്ട് തോന്നുന്നത് എന്തോന്നാ? ഇത് അല്ലേ? അതിന്റെ കാരണം നമ്മുടെ നെഗറ്റീവ് ഇൻഫിനിറ്റിന്ന് ഇറങ്ങി ഈ പോയിന്റ് വരെ എത്തി. ഓക്കെ, കുറഞ്ഞു കുറഞ്ഞു വന്നിട്ട് പിന്നെ അവിടുന്ന് കൂടി കൂടി പോവാ, ഈ പോയിന്റ് വരെ. അപ്പം ഈ പോയിന്റ് തൊട്ട് നമ്മൾ ഈ പോയിന്റ് വരെ കൺസിഡർ ചെയ്താൽ ഇതിന്റെ ഒരു മിനിമം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതായിരിക്കും, അല്ലേ? കാരണം കണ്ണ് തന്നെ തുറന്ന് നോക്ക്, ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെ താഴെ ഇരിക്കുന്ന വാല്യൂ ഏതാ? ഇത് മാത്രമേ ഉള്ളൂ. അതിന് ഈ പോയിന്റിന് വേണ്ട, ഈ പോയിന്റ് എടുത്തിട്ട് ഇതിന്റെ ലെഫ്റ്റിലോട്ട് നോക്ക്, മേലോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അതുപോലെ ഈ പോയിന്റ് എടുത്തിട്ട് ഇതിന്റെ റൈറ്റിലോട്ട് നോക്ക്, മേലോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പം ഇവനല്ലേ ആ ഒരു അത്രയും ലൊക്കാലിറ്റിയിൽ മാത്രമുള്ള മിനിമ. സോ അതുകൊണ്ടാണ് നമ്മൾ അവനെ ലോക്കൽ മിനിമ എന്ന് വിളിക്കുന്നത്. അതുപോലെ ഇവിടെ നോക്ക്, ഈ കേസ് നോക്ക്, ഇവിടം തൊട്ട് ഇനി താഴോട്ടെടുത്ത്, ഓക്കെ, ഈ പോയിന്റ് തൊട്ട് താഴോട്ടെടുത്ത്. അപ്പൊ എന്താ, ഈ പോയിന്റ് തൊട്ട് ഇവിടുന്ന് കൂടി 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 ഈ പോയിന്റ് വരെ കൂടി മാക്സിമം എത്തിയിട്ട് പിന്നെ ഇത് താഴോട്ട് കുറഞ്ഞു വന്നോണ്ടിരിക്കുക. അതായത് ബേസിക്കലി ഈ പോയിന്റ് നോക്കിയാൽ ഈ പോയിന്റിന്റെ ലെഫ്റ്റിലും താഴോട്ട് ഇങ്ങനെ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുക, ഈ പോയിന്റിന്റെ റൈറ്റിലും താഴോട്ട് ഇങ്ങനെ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അതാ ഇത്രയും ഒരു പാർട്ട് എടുത്താല് ഇവിടെ നമുക്ക് തോന്നുന്ന മാക്സിമം ആരാ? ഇവൻ, അല്ലേ? നമ്മുടെ നേരത്തെ വന്ന തൊട്ട് മുമ്പ് വന്ന ലോക്കൽ മിനിമയുടെ കൂട്ട് തന്നെ ഇവിടെ ഈ പോയിന്റ് നോക്കിയാൽ ഇവനാണ് മാക്സിമം. സോ അവനാണ് ലോക്കൽ മാക്സിമം. ഓക്കെ, അതായത് ശ്രദ്ധിച്ചേക്കണം, ലോക്കൽ, കാരണം ഗ്ലോബൽ അല്ല. ഗ്ലോബൽ എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള ഫംഗ്ഷന്റെ. നമ്മളെന്താ പറഞ്ഞത്? ഈ പറഞ്ഞ ഇത്രയും പോകുന്ന ഒരു പോയിന്റ് ലോക്കലൈസ്ഡ് പോയിന്റും അതുപോലെ ഇത്രയും പോകുന്ന ഒരു ലോക്കലൈസ്ഡ് പോയിന്റിന്റെ മാത്രം കാര്യം നമ്മളിപ്പോ പറഞ്ഞ. ഓക്കെ, ഈ കാണുന്ന രസ രീതിയിലുള്ള കർവിൽ ഒരു ലോക്കൽ മിനിമയും ഒരു ലോക്കൽ മാക്സിമേ ഉള്ളു. പക്ഷെ മൾട്ടിപ്പിൾ ലോക്കൽ മിനിമയും മൾട്ടിപ്പിൾ ലോക്കൽ മാക്സിമേഴ്സും വരുന്ന ഫംഗ്ഷൻസ് കാണാം. ഓക്കെ, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ആ ഒരു ക്ലിയർ കട്ടായിട്ട് ഒരു ഐഡിയ കിട്ടി എന്താണ് ഗ്ലോബൽ മിനിമ, ഗ്ലോബൽ മാക്സിമ എന്നുള്ളത്.
ലോക്കൽ മിനിമ ലോക്കൽ മാക്സിമ എന്നുള്ളത്. മനസ്സിലായില്ല? ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരാം. അതായത് ഈ ഫംഗ്ഷൻ പോസിറ്റീവ് ഇൻഫിനിറ്റിയിൽ നിന്ന് ഇറങ്ങി വന്ന് നെഗറ്റീവ് ഇൻഫിനിറ്റിയിലോട്ട് പൊക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ പോസിറ്റീവ് ഇൻഫിനിറ്റി ആണ് അതിന്റെ മാക്സിമം വാല്യൂ, അതായത് ഗ്ലോബൽ മാക്സിമ. നെഗറ്റീവ് ഇൻഫിനിറ്റി ആണ് അതിന്റെ മിനിമം വാല്യൂ, അതായത് ഗ്ലോബൽ മിനിമ. ഇനി ഞാൻ ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെ കൺസിഡർ ചെയ്താൽ എന്ത്, ഇവിടുന്ന് ഇറങ്ങി ഇറങ്ങി വന്ന് ഇവിടം വരെ എത്തിയിട്ട് പിന്നെ ഞാൻ കൂടിപ്പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഏത് പോയിന്റ് ആണോ കൂടുന്ന ആ പോയിന്റ് കൺസിഡർ ചെയ്തിട്ട് അതിന്റെ റൈറ്റിലോട്ട് നോക്കിയാലും കൂടിക്കൊണ്ടിരിക്കുക, ലെഫ്റ്റിലോട്ട് നോക്കിയാലും കൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ പറഞ്ഞ ഇത്രയും ഒരു പോയിന്റിൽ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു മിനിമം വാല്യൂ ഇവനാ. സോ ഇവനാണ് ലോക്കൽ മിനിമം. അതുപോലെ ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെ കൺസിഡർ ചെയ്താൽ ഓക്കെ, ഇവിടെ എന്താ, ഇവൻ ഇങ്ങനെ കൂടി 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 ഇവിടം വരെ വന്നിട്ട് പിന്നെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ആ കുറഞ്ഞു വരാൻ തുടങ്ങുന്ന ആ പോയിന്റ് കൺസിഡർ ചെയ്താൽ ആ പോയിന്റ് കൺസിഡർ ചെയ്തിട്ട് അതിന്റെ ലെഫ്റ്റിലോട്ട് നോക്കിയാലും കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുക, അതിന്റെ റൈറ്റിലോട്ട് നോക്കിയാലും കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. സോ ഇത്രയും ഒരു പോയിന്റിൽ ഇവനാണ് മാക്സിമ. സോ അവൻ ഗ്ലോബൽ മാക്സിമ. അപ്പോൾ മനസ്സിലായി എന്ന് വെക്കുന്നു. ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കേട്ട് നോക്കിയാൽ മതി. അപ്പൊ ആ ഒരു ക്ലിയർ കോൺസെപ്റ്റ് മനസ്സിലാവും. ഇത് നിങ്ങൾക്ക് വിഷ്വലി തന്നെ കാണാം, കണ്ണു ഒന്ന് നോക്ക്. ഈ കാണുന്ന യു പോലിരിക്കുന്ന പാർട്ടിന്റെ ഏറ്റവും താഴെ ഇരിക്കുന്ന ഭാഗം ഏതാ? ഇത്. ഇവിടുന്ന് ഞാൻ ഒരു ഗോലി ഉരുട്ടി വിട്ടാൽ അതാ ഇങ്ങനെ ഇവിടെ വന്ന് സ്വിങ് ചെയ്ത് ഇങ്ങനെ സ്വിങ് ചെയ്ത് അവസാനം ഏത് ഈ കുഴിഞ്ഞ ഭാഗത്ത് വന്നിരിക്കും. ഓക്കെ, അതാ കാരണം അവനാണ് ചെറിയ പോയിന്റ്. മനസ്സിലായോ? അപ്പൊ ഏതാണ് അവനാണ് മിനിമ. ഓക്കെ, ഇവനാണ് മാക്സിമം, കാരണം ഏറ്റവും പൊക്കത്തിരിക്കുന്നത്. ഞാൻ ഇവിടെ ഒരു ഗോലി എടുത്ത് വെച്ചെടുത്ത് ലെഫ്റ്റിലോട്ട് വിട്ട് വിട്ടാൽ റൈറ്റിലോട്ട് വിട്ട് വിട്ടാൽ അവനുകൊണ്ട് താഴോട്ട് പൊക്കൊണ്ടേയിരിക്കും. മനസ്സിലായോ? ആ ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഈ ഐഡിയ വേണം. ഇല്ലേ, കാരണം കുറെ പേർക്ക് കൺഫ്യൂഷൻ തോന്നും. എന്താണ് ഞാനിപ്പോ ഇവിടെ മിനിമം മാക്സിമം ഇട്ടാൽ ഓൾറെഡി കുറെ പേർക്ക് സംശയം തോന്നിയിട്ടുണ്ടായിരിക്കും. അപ്പൊ ഈ പോയിന്റിന് ഈ പോയിന്റിലോട്ടല്ലേ ഇറങ്ങി വരുന്നത്, അപ്പൊ ഇവനല്ലേ മാക്സിമ, ഇവനല്ലേ മിനിമ ആവുണ്ടെന്ന്, അങ്ങനെയൊക്കെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഐഡിയ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ മൈൻഡിൽ കാണണം. ഓക്കെ, ഇനി പറഞ്ഞല്ല മൾട്ടിപ്പിൾ ഗ്ലോബൽ മിനിമം മാക്സിമം വരാന്ന് കാണിച്ചു തരാം. നാളെ നോക്കി, ഇത് കണ്ടോ? ഇത് നെഗറ്റീവ് ഇൻഫിനിറ്റിന്ന് വന്ന് പോസിറ്റീവ് ഇൻഫിനിറ്റിയിലോട്ട് വന്നിട്ട് കർവ. ഇവിടെ നോക്ക്, ഇവനൊരു മാക്സിമ, ഇവനൊരു മിനിമ, ഇവനൊരു മാക്സിമ, ഇവനൊരു മിനിമ, ഇവനൊരു മാക്സിമ, ഇവനൊരു മിനിമ. കണ്ടോ? ഇവനൊരു മാക്സിമ, ഇവനൊരു മിനിമ. ഓക്കെ, അതായത് ഒരു ഇത്ര ഏരിയാസ് എടുത്താൽ ഇതിൽ മൾട്ടിപ്പിൾ മിനിമം മാക്സിമം ഉണ്ട്. ഇതിനൊരു ഗ്ലോബൽ മിനിമം ഗ്ലോബൽ മാക്സിമം ഉണ്ട്. അത് നെഗറ്റീവ് ഇൻഫിനിറ്റി ടു പോസിറ്റീവ് ഇൻഫിനിറ്റിയാണ്, കാരണം ഈ എക്സിന് ഏത് വാല്യൂ ഇട്ട് കൊടുക്കാമല്ല. പക്ഷെ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ കണ്ട, ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെ കൺസിഡർ ചെയ്താൽ ഇവനൊരു മാക്സിമ, ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെ കൺസിഡർ ചെയ്താൽ ഇവനൊരു മിനിമ, ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെ കൺസിഡർ ചെയ്താൽ ഇവനൊരു മാക്സിമം, ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെ കൺസിഡർ ചെയ്താൽ ഇവനൊരു മിനിമ. അങ്ങനെ മൾട്ടിപ്പിൾ ലോക്കൽ മിനിമം ലോക്കൽ മാക്സിമംസ് ഉണ്ട് ഇതിന്. ഓക്കെ, ഇപ്പൊ മനസ്സിലായില്ല മൾട്ടിപ്പിൾ ഗ്ലോബൽ മിനിമം മാക്സിമം വരുന്ന ഫംഗ്ഷൻസും വരാന്ന്. ഇനി കുറച്ച് ഡീപ് ലേണിംഗ് കോൺസെപ്റ്റ് വരാം. ഓക്കെ, ഡീപ് ലേണിംഗിന്റെ കോൺസെപ്റ്റ് അറിയാത്തവർക്കാണ് ഇവിടെ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യാം. ഇത്രയും പാർട്ട് ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് കളയാം. ഓക്കെ, അതിലൊരു തെറ്റില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഓക്കെ, ഡീപ് ലേണിംഗിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ കേട്ടിട്ടുണ്ട്, ഡീപ് ലേണിംഗിലെ മെയിൻ ഒരു ഇഷ്യൂ ആണ് മൾട്ടിപ്പിൾ ലോക്കൽ മിനിമാസ്, മൾട്ടിപ്പിൾ ലോക്കൽ മാക്സിമാസ്. ആൻഡ് ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ എന്താ, ഇതിനെ ഒരു എറർ ഫംഗ്ഷൻ ആക്കി എടുത്താൽ നമുക്ക് വേണ്ടുന്നത് എന്താ, മിനിമൽ പോയിന്റ്. ഓക്കെ, അപ്പൊ കാരണം എറർ 0 ആയിരിക്കണല്ലോ. പക്ഷേ ഇവിടെ നമ്മൾ പറഞ്ഞ എന്താ, ഇവിടുത്തെ ഏറ്റവും മിനിമൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഇൻഫിനിറ്റി ആണ്. ഓക്കെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, മിക്കവാറുള്ള എല്ലാ ഡീപ് ലേണിംഗിന്റെ ഫംഗ്ഷൻസിന്റെ അകത്തും ഗ്രേഡിയന്റ് ഡിസെന്റിന്റെ അകത്ത് വരുന്ന ലോസ് ഫംഗ്ഷൻസ് നെഗറ്റീവ് ഇൻഫിനിറ്റി തൊട്ട് പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ അല്ല പോകുന്നത്, അത് ബൗണ്ടഡാ. ഓക്കെ, അവര് നെഗറ്റീവ് ഇൻഫിനിറ്റി അല്ല അവളുടെ ലോവസ്റ്റ് പോയിന്റ്. അവളുടെ ലോവസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 0 ആണ്. നിങ്ങൾ ലോഗ് ഫംഗ്ഷൻ എടുക്കുക, മീൻ ആബ്സല്യൂട്ട് സ്ക്വയർ എടുക്കുക. ഓക്കെ, ഇതെല്ലാം എടുത്ത് നോക്ക്. അതിൻ്റെ അകത്ത് എന്താണ്, ലോസ് ഫംഗ്ഷൻ ആക്ച്വലി മൈനസ് നെഗറ്റീവിന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, 0 സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അവളുടെ ഗ്ലോബൽ മിനിമം എന്ന് പറയുന്നത് എന്താണ്, 0. അപ്പൊ അവിടെ ഒരു കൺഫ്യൂഷൻ ഇല്ല, കാരണം ഇപ്പൊ നെഗറ്റീവ് ഇൻഫിനിറ്റിയാ എന്റെ ലോസ് ഫംഗ്ഷന്റെ മിനിമൽ വാല്യൂ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഇൻഫിനിറ്റിക്ക് ഒരു സ്പെസിഫിക് പോയിന്റ് ഇല്ലല്ലോ. ഞാൻ ഒരു പോയിന്റ് വരെ എത്തി, ഓക്കെ, അത് കിട്ടി. അപ്പൊ എന്ത് പറഞ്ഞു, അതാണ് എന്റെ ലോക്കൽ മിനിമം എന്ന് എനിക്ക് പറയാൻ പറ്റൂലല്ലോ, കാരണം അതിന്റെ താഴെയും വീണ്ടും നമ്പർ കാണാമല്ലോ നെഗറ്റീവ് ഇൻഫിനിറ്റിയിലോട്ട്. അപ്പൊ അതൊരു എന്താണ്, ഡിഫിനൈറ്റ് ആയിട്ടൊരു വാല്യൂ അല്ലല്ലോ. പക്ഷെ 0 എന്ന് പറയുന്നത് ഡെഫിനൈറ്റ് വാല്യൂ അല്ലേ. സോ ഇത്രയും മാത്രം അറിയാം, ഈ പറഞ്ഞ ഡീപ് ലേണിംഗ് കോൺസെപ്റ്റിന്റെ അകത്തെല്ലാം ബൗണ്ടഡ് ആണ്. അതായത് നെഗറ്റീവ് ഇൻഫിനിറ്റി തൊട്ട് പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ അല്ല, 0 തൊട്ടൊരു വാല്യൂ ആണ്. അതിന്റെ ഒരു ബെസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഫേമസ് ആയിട്ടുള്ള മീൻ സ്ക്വയർ എടുക്കുക. അതെന്താ പറയുന്നത്, ആക്ച്വൽ മൈനസ് പ്രെഡിക്റ്റഡ് ദ ഹോൾ സ്ക്വയർ. ഓക്കെ, സോ ദ ഹോൾ സ്ക്വയർ ഉണ്ട്. നമ്മൾ ആക്ച്വൽ മൈനസ് പ്രെഡിക്റ്റഡ് എന്ന് പറയുന്ന വാല്യൂ നെഗറ്റീവ് ആണെങ്കിലും അതിന്റെ കൂടെ സ്ക്വയർ ടേം വരുന്നതുകൊണ്ട് അത് എപ്പോഴും പോസിറ്റീവ് ആയി പോകും. സോ ബേസിക്കലി അവർക്ക് 0 തൊട്ട്
പോസിറ്റീവ് ഇൻഫിനിറ്റിയിലോട്ടേ ഉള്ള ബൗണ്ട് ഉള്ളു. ഓക്കെ, കാരണം അവിടെ സ്ക്വയർ ടൈം വരുന്നുണ്ട്. ഇനി ഹിഞ്ച് ലോസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. അതെന്താ? അത് പറയുന്നത് എന്താന്ന് ചോദിച്ചാല് മാക്സിമം ഓഫ് 0, 1 മൈനസ് y പ്രഡിക്റ്റഡ്. ഓക്കെ, അങ്ങനെ എടുക്കുമ്പോൾ എന്താ മാക്സിമം ഓഫ് 0, 1 മൈനസ്, അതായത് 0യോ അതിന് മേലോട്ടേ വരാൻ പറ്റൂ. അതായത് മിക്കവാറും ഉള്ള ലോസ് ഫംഗ്ഷൻസ് എല്ലാം ബൗണ്ടഡ് ആണ്. ഓക്കെ, 0യിലായിരിക്കും അവരുടെ മിനിമം സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലാത്ത ഫംഗ്ഷൻസും ഉണ്ട്. അതുകൊണ്ട് അത് ഇച്ചിരി ഡീപ്പർ നോളജ് വേണ്ടത്. അത് പിന്നെ പറയാം ടുവേർഡ്സ് ദ വെരി ലാസ്റ്റ്. ഇതിന്റെ ലാസ്റ്റ് നമ്മൾ അവിടേക്ക് എത്തുമ്പോഴത്തേക്ക്, കാരണം എനിക്ക് അതിൽ അത്ര നോളജ് ഇല്ല, ഞാൻ പോകുന്ന വഴിക്ക് പഠിച്ചു വരുന്നുള്ളൂ. സോ അപ്പൊ ഇപ്പൊ മനസ്സിലായില്ല, ബൗണ്ടഡ് ആയിരിക്കും. രണ്ടാമത്തത്, നമുക്ക് മൾട്ടിപ്പിൾ ലോക്കൽ മിനിമസും മാക്സിമസും ഒന്നും അല്ലല്ലോ വേണ്ടുന്നത്, നമുക്കൊരു ഒറ്റ ലോക്കൽ മിനിമയാണ് വേണ്ടുന്നത്. അപ്പം ഇത് തന്നെയാണ് ഗ്രേഡിയന്റ് ഡിസെന്റിൽ ഏറ്റവും വലിയൊരു ഇഷ്യൂ. ഓക്കെ, അതായത് മൾട്ടിപ്പിൾ ലോക്കൽ മിനിമസ് ആണ് എന്ത് ചെയ്താൽ എന്റെ എറർ ഫംഗ്ഷൻ എന്താ കണ്ടുപിടിച്ചാൽ വരുമ്പോൾ തണ്ട ഈ പോയിന്റ് എത്തി. ഈ പോയിന്റ് എത്തുമ്പോൾ അത് പറയുന്നത് മിനിമം ആയിരുന്നു. ഓക്കെ, പക്ഷെ അതിലേക്കാട്ടി മിനിമം അതാ ഇത്. പക്ഷെ ഇതെന്ത് പറ്റി? ഇത് നോക്കുമ്പോൾ ഇവിടുന്ന് കണ്ട ഈ പോയിന്റ് ഇത്രയും കൺസിഡർ ചെയ്യുമ്പോൾ ഇവനാ മിനിമം. അപ്പൊ എന്റെ ലോസ് ഫംഗ്ഷൻ തെറ്റിദ്ധരിക്കും, ഇതാണ് മിനിമം. കാരണം അതിന്റെ റൈറ്റിലോട്ടും കൂടുക ലെഫ്റ്റിലോട്ടും കൂടുക, അപ്പൊ ഇവനാ. അപ്പൊ എന്ത്, ഇതാ മിനിമം എന്ന് പറയും. ആ മിനിമം ഇവിടുത്തെ എറർ കാൽക്കുലേറ്റ് ചിലപ്പോൾ 10% ആയിരിക്കും, പക്ഷെ അത് ഇവിടുത്തെ 2% കാണും. ഓക്കെ, അപ്പൊ ആക്ച്വൽ ഗ്ലോബൽ മിനിമം എന്ന് പറയുന്നത് ചിലപ്പം ഇതായിരിക്കും. പക്ഷെ നമ്മൾ പ്രെഡിക്ട് ചെയ്തെത്തിയത് ഇത് ഡീപ് ലേണിംഗ് ഒരു ഭയങ്കര നൊട്ടോറിയസ് ഇഷ്യൂ ആണ്. ഡീപ് ലേണിംഗ് അല്ല, സോറി, ഗ്രേഡിയന്റ് ഡിസെന്റ്. അപ്പൊ അതിന് വേറെ കുറെ മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, അതിന് എന്താണ് പല പോയിന്റ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, മൊമെന്റം ബേസ്ഡ്. ഓക്കെ, കാരണം ഇവിടുന്ന് ഇങ്ങനെ കുറഞ്ഞു വന്നാൽ പിന്നെ നമുക്ക് മനസ്സിലായി ഇവിടുന്ന് കൂടിയാലും പിന്നെ അവർ കുറയാൻ പോവാന്നോ. അത് നമ്മുടെ എന്താണ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഒക്കെ വെച്ചിട്ട് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്നതാണല്ലോ അത്. പക്ഷെ ഗ്രേഡിയന്റ് ഡിസെന്റ് നമുക്ക് ഒരിക്കലും സെക്കൻഡ് ഡെറിവേറ്റീവ് ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ, ഇത് ചിലപ്പോൾ ഇപ്പൊ ഈ പറഞ്ഞ കേട്ടപ്പോൾ നിങ്ങൾക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ കാര്യം കണ്ട, ഇത് നമ്മുടെ ലൈൻ ബെൻഡിങ് കോൺസെപ്റ്റ് നമ്മൾ ക്ലിയർ ആയിട്ട് വന്നിട്ടുള്ള, ജസ്റ്റ് മനസ്സിലായില്ലേ വിട്ടേര് അത്. കാരണം സെക്കൻഡ് ഡെറിവേറ്റീവ് അങ്ങനെ ലൈൻ ബെൻഡ് ചെയ്യുക എന്നുള്ളത് അറിയണം നിങ്ങൾക്ക്, ലൈൻ ബെൻഡിങ് കോൺസെപ്റ്റ് അറിയണം. അതുപോലെ തന്നെ സെക്കൻഡ് ഡെറിവേറ്റീവ് കമ്പ്യൂട്ടേഷനിൽ ഹെവിയാണ്. സോ എന്താണ്, മെഷീൻ അത്രയും കാൽക്കുലേഷൻസ് നടത്തേണ്ടി വരും. അപ്പൊ അത് ഭയങ്കര ഒരു പ്രശ്നം. ഇനി നമുക്ക് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്ന, നമ്മളിപ്പോ ഇവിടെ പറഞ്ഞല്ലോ ലോക്കൽ മിനിമം മാക്സിമം ഈ 2 പോയിന്റ്സ് എന്ന്. ഓക്കെ, ഇനി ഞാൻ പറയാം എന്തിനാ ഈ ലോക്കൽ മിനിമം മാക്സിമം. കാരണം നമുക്ക് ഒരു മിനിമം മാക്സിമം വാല്യൂ കണ്ടുപിടിക്കണത് ഗ്ലോബൽ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. എന്തിനാ മിനിമം വേണം, മിനിമം വേണ്ടുന്ന കുറെ കാര്യങ്ങൾ എവിടാന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. ഒന്നാമത്തെ കാര്യം, സ്റ്റോക്കിന്റെ പ്രൈസിന്റെ കാര്യത്തിൽ തന്നെ നമുക്ക് ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല ആ സ്റ്റോക്ക് എപ്പോഴായിരിക്കും ഏറ്റവും കുറവ് വില കിട്ടുന്ന, അത് നോക്കി വാങ്ങിക്കാൻ. ഓക്കെ, സ്റ്റോക്കുകളുടെ പ്രൈസ് കൂടിയും കുറഞ്ഞും ഇരിക്കും. പക്ഷേങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വാങ്ങിക്കാൻ ലാഭം എപ്പോഴായിരിക്കും? അത് തരക്കേടില്ലാതെ കുറഞ്ഞിരിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്നപ്പോഴാണ് തരക്കേടില്ലാതെ കൂടിയിരിക്കുമ്പോഴും. സോ നമുക്ക് ഏറ്റവും കുറവ് എപ്പോഴാണെന്നും ഏറ്റവും കൂടുതൽ എപ്പോഴാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല സ്റ്റോക്കിന്റെ കാര്യത്തിൽ. ഓക്കെ, പക്ഷെ നമുക്ക് ഫേവറബിൾ എന്താ? അത് കുറഞ്ഞിരിക്കുന്ന സമയത്ത് വാങ്ങിക്കുന്നത് നമുക്ക് ഫേവറബിളും, കൂടിയിരിക്കുന്ന സമയത്ത് വിൽക്കുന്നത് നമുക്ക് ഫേവറബിളും. അപ്പൊ നമുക്ക് എന്താ വേണ്ടുന്നത്? അങ്ങ് എപ്പോഴാണോ ഏറ്റവും കുറഞ്ഞിരിക്കുന്നത്, ഓക്കെ, സ്റ്റോക്കിന്റെ വില അത്രയും ഇടിഞ്ഞിരിക്കുന്നത്, അത് നോക്കിയൊന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അതുപോലെ സ്റ്റോക്കിന്റെ വില എപ്പോഴാണോ ഏറ്റവും കൂടുതലാകുന്നത്, അത് നോക്കി വിൽക്കാനും നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റത്തില്ല. നമുക്ക് എപ്പോഴാണോ കുറയുന്നതും എപ്പോഴാണോ കൂടുന്നതും അത് നോക്കിയാണ് നമുക്ക് എടുക്കേണ്ടത്. സോ അതാണ് ബേസിക്കലി ഈ മിനിമം മാക്സിമം. അവിടെ തന്നെ നോക്ക്, അവിടെ നമ്മൾ സ്റ്റോക്ക് ഏറ്റവും കുറഞ്ഞിരിക്കുന്ന സമയം, അതായത് ഗ്ലോബൽ മിനിമം, അപ്പോഴല്ല നമ്മൾ വാങ്ങിക്കാതിരിക്കുന്നത്. നമ്മുടെ തരക്കേടില്ലാതെ വില കുറഞ്ഞിരിക്കുന്ന സമയത്താണ് വാങ്ങിക്കാൻ നിൽക്കുന്നത്. അതാണ് നമ്മുടെ ലോക്കൽ മിനിമം. അതുപോലെ നമ്മുടെ സ്റ്റോക്ക് ഏറ്റവും കൂടിയ വാല്യൂവിൽ എത്തുമ്പോഴാണ് നമ്മൾ വിൽക്കാൻ നിൽക്കുന്നത്. നമ്മൾ തരക്കേടില്ലാത്തൊരു ഹയർ വാല്യൂവിൽ എത്തുമ്പോൾ നമ്മൾ വിൽക്കാൻ നിൽക്കുന്നത്. അതാണ് മാക്സിമം. ഓക്കെ, ഇനി ഡ്രഗ്സ് എന്ന് ഞാൻ പറഞ്ഞ മരുന്നിന്റെ കേസ് തന്നെ എടുക്കുക. മരുന്ന് ടെസ്റ്റ് ചെയ്യുക. മരുന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ മരുന്ന് ഏറ്റവും കുറവ് ഡോസ് ആണെങ്കിൽ അത് കഴിച്ചുകൊണ്ട് കാര്യമില്ല, ഡോസേജ് വളരെ കുറവാണ്. ഏറ്റവും കൂടിയ ഡോസാ കൊടുക്കുന്നത്, അത് വിഷവാ, ചത്തുപോള്. അപ്പൊ നമുക്ക് വേണ്ടുന്നത് എന്താ? ആ ഒരു ഡോസ് കൂടുതലായിരിക്കണം, പക്ഷെ ആളെ കൊല്ലുന്ന അത്രയും ഡോസ് ഒന്നും നമുക്ക് വേണ്ട. അതായത് ഹയസ്റ്റ് ഡോസ് എന്താ ഇവിടെ? ഗ്ലോബൽ മാക്സിമം. നമുക്ക് എന്ത് വേണം? ഓക്കെ, ആ പനിന്ന് നമുക്ക് എന്താ, പനി പോവാനായിട്ട് നമുക്ക് വേണ്ടുന്ന ഒരു മാക്സിമം ഡോസ് അതെന്താണ്? നമ്മുടെ ലോക്കൽ മാക്സിമം ആണ്. നമ്മുടെ ഗ്ലോബൽ മാക്സിമം എടുത്ത ഏറ്റവും ഹയസ്റ്റ് ഡോസ്, ആള് പടവായി പോവും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി അതുപോലെ ഇപ്പൊ ഒരു പാലം കൺസ്ട്രക്ട് ചെയ്യുക. പാലം കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിന്റെ ഓരോ പോയിന്റിലെ സ്ട്രെസ് നമ്മൾ അറിയണം. നമ്മളിപ്പോ നോക്കുമ്പോൾ നമുക്ക് കുറെ മൾട്ടിപ്പിൾ പോയിന്റ്സ് കിട്ടി. അതായത് പാലത്തിന്റെ പല ഭാഗത്തും കുറെ ഭാഗത്ത് സ്ട്രെസ് കുറവായിരിക്കും ഫീൽ ചെയ്യുന്ന, കുറെ ഭാഗത്ത് സ്ട്രെസ് കൂടുതലായിരിക്കും. ആ സ്ട്രെസ് കൂടുതലായിട്ടുള്ള പോയിന്റുകൾ ഏതാ? മൾട്ടിപ്പിൾ ലോക്കൽ മാക്സിമാസാ. മനസ്സിലായോ? ഓക്കെ, നമ്മൾ ഒരു കാരണവശാലും ഒരു വലിയൊരു മെറ്റീരിയൽ കൊണ്ട് നമ്മുടെ പാലത്തിന്റെ മേടി വെക്കാൻ പോകുന്നില്ല. ഓക്കെ, മൾട്ടിപ്പിൾ പോയിന്റ്സിലായിരിക്കും എന്ത് സ്ട്രെസ്സുകൾ ഫീൽ ചെയ്യുന്നത്.
അപ്പൊ ആ പാലത്തിന്റെ കേസിൽ അതായിരിക്കും മൾട്ടിപ്പിൾ മാക്സിമം പോയിന്റ്സ്. അപ്പൊ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഉള്ള ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യും? അവിടെ കുറച്ച് റീഇൻഫോഴ്സ് ചെയ്യും. ഓക്കെ, ഇതാണ് ബേസിക്കലി നമുക്ക് റിയൽ വേൾഡിൽ എന്ത് ലോക്കൽ മാക്സിമാസ് ലോക്കൽ മിനിമാസ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് കേസ് ഉണ്ട്. ഈ ഡീപ് ലേണിംഗിന്റെ കാലത്ത് മാത്രം നമ്മൾ അതും നമ്മൾ ബൗണ്ടഡാ. ഓക്കെ, 0 തൊട്ടായിരിക്കും അത് വരുന്നത്. അപ്പൊ നമ്മുടെ ഗ്ലോബൽ മിനിമം എന്ന് പറയുന്നത് തന്നെ 0. ആ 0 മാക്സിമം എത്താൻ എന്നാ നമ്മൾ നോക്കുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ. ഇപ്പൊ മനസ്സിലായല്ലോ റിയൽ വേൾഡിൽ എങ്ങനെ അവർ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ മെയിൻ കോൺസെപ്റ്റ് നമുക്ക് എന്താ? ഇപ്പൊ നമ്മൾ പഠിച്ചു ഗ്ലോബൽ മിനിമ, ഗ്ലോബൽ മാക്സിമ, ലോക്കൽ മിനിമ, ലോക്കൽ മാക്സിമ. ഞാൻ എവിടെയെങ്കിലും ഒക്കെ പറഞ്ഞ് തിരിഞ്ഞു പോയിട്ടുണ്ടോ? ചിലപ്പോൾ തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, തെറ്റിദ്ധരിക്കേണ്ട. ജസ്റ്റ് അത് കമന്റ് ഔട്ട് ചെയ്തിട്ട് കാണിച്ചാൽ മതി. ഒന്ന് എനിക്ക് മനസ്സിലാവുന്ന ബാക്കിയുള്ളവർക്കോ. ഗ്ലോബലും ലോക്കലും തമ്മിൽ ഞാൻ ചിലപ്പോൾ എവിടെയെങ്കിലും വെച്ച് പറഞ്ഞ് തിരിഞ്ഞു പോയിട്ടുണ്ടായിരിക്കും. മനുഷ്യനല്ലേ, തെറ്റിപ്പോവും. അപ്പം ഇനി നമ്മൾ പറഞ്ഞല്ലോ ഇത്രയും ടേംസ്: ലോക്കൽ മിനിമ, ലോക്കൽ മാക്സിമ, ഗ്ലോബൽ മിനിമ, ഗ്ലോബൽ മാക്സിമ. അപ്പം ഈ പറയുന്ന വാല്യൂസ് നമുക്ക് വേണമെന്ന് മനസ്സിലായില്ല. ഡെറിവേറ്റീവ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാന്ന് പറഞ്ഞല്ലോ. എങ്ങനെ കണ്ടുപിടിക്കാം? ഞാൻ ജസ്റ്റ് ഈ ഗ്രാഫ് ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം. ഈ നമ്മുടെ ടാൻജന്റിനെ ശ്രദ്ധിച്ച് കണ്ടോണേ. വേണ്ടേ, കണ്ടോ? കുറെ പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടായിരിക്കും ചെറുതായിട്ട്. ഞാൻ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അതായത് ഈ കാണുന്ന ബ്ലൂ ഡോട്ടഡ് ലൈൻ ആണല്ലോ നമ്മുടെ ടാൻജന്റ്, അത് ഡെറിവേറ്റീവ് എത്തിയ പോയിന്റ്. ഓക്കെ, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചെങ്കിൽ മനസ്സിലാവും. ഈ പോയിന്റിൽ നമ്മുടെ ബ്ലൂ ഡോട്ടഡ് ലൈൻ താഴോട്ടാ, അതായത് നമ്മുടെ സ്ലോപ്പ് നെഗറ്റീവാ. ഓക്കെ, അതായത് നമ്മുടെ ടാൻജന്റ് ലൈൻ താഴോട്ടിരിക്കുക. അവിടുന്ന് എന്ത് ചെയ്ത്, അതായത് നല്ലപോലെ കുറവാ, പെർഫെക്റ്റ്ലി ഫ്ലാറ്റ് ആയിട്ട് നിൽക്കുമല്ല. ഓക്കെ, പെർഫെക്റ്റ്ലി ഫ്ലാറ്റ് ആയിട്ട് നിൽക്കുമല്ല. ആ കേസ് വരും, അത് പറയാം. ഇപ്പൊ എന്താ ആ സ്ലോപ്പ് നോക്ക്, താണ്ടെ താഴോട്ട് വന്നോണ്ടേ ഇരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് കുറച്ച് സംശയം തോന്നാം. ഓക്കെ, എങ്ങനെ ഈ ലൈൻ കണ്ടിട്ട് എങ്ങനെ താഴോട്ട് ഇരിക്കുമെന്ന് പറയുന്നത്? എങ്ങനെയാണ് ഈ ബ്ലൂ ഡോട്ടഡ് ലൈൻ എന്ന് പറയുന്നത് സ്ലോപ്പ് അറ്റ് പോയിന്റ് ആവുന്നത്? ഇതിനെക്കുറിച്ച് ക്ലിയർ കട്ടായിട്ട് നമ്മുടെ ലിമിറ്റ്സ്, അതായത് എങ്ങനെ ഒരു സീക്കൻഡ് ടാൻജന്റ് ആവുന്നു എന്നിടത്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലൈൻ ബെൻഡിങ് കോൺസെപ്റ്റിലെ ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്തിടാം. എന്താണ് എങ്ങനെ ലൈൻ ഡെറിവേറ്റീവ്സ് ലൈൻ ബെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് തുടങ്ങുന്നിടത്ത് ഒക്കെ നമ്മൾ സ്ലോപ്പിനെ കുറിച്ച് ക്ലിയർ കട്ടായിട്ട് പറയുന്നുണ്ട്. അത് എത്രാമത്തെയാണെന്ന് മാർക്ക് ചെയ്തിടാം. അത് കറക്റ്റ് കയറി കണ്ട നിങ്ങൾക്ക് ഈ സംശയം തോന്നത്തില്ല. അത് ഞാൻ ഇവിടെ ഒന്നുകൂടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നിൽക്കുന്നില്ല. അവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് കാര്യമെന്ന്. ഓക്കെ, സോ ഈ പോയിന്റ് നോക്ക്. ഇവിടെ നമ്മുടെ ഈ പറഞ്ഞ ടാൻജന്റ് ലൈൻ എന്ന് പറയുന്നത് താഴോട്ടിരിക്കുക. ഓക്കെ, അതായത് സ്ലോപ്പ് നെഗറ്റീവാ. അതായത് ഈ പോയിന്റ് സ്ലോപ്പ് നെഗറ്റീവാ, പക്ഷെ അടുത്തടുത്ത പോയിന്റിലോട്ട് വരുമ്പോൾ ആ സ്ലോപ്പ് കൂടി വന്നോണ്ടിരിക്കുക. അതെങ്ങനെ? ആ നോക്ക്, ഈ പോയിന്റിലെ സ്ലോപ്പിന്റെ വാല്യൂവിനെക്കാട്ടി കൂടുതലാണ് ഈ പോയിന്റിലെ സ്ലോപ്പ്. ഒരിക്കലും മറക്കൽ, നമ്മൾ അവിടെ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്റ്റിൽ താണ്ടെ ഈ പറഞ്ഞ പോയിന്റിൽ താഴോട്ട് ഇറങ്ങി ഇരുന്നോണ്ടിരിക്കുമ്പോൾ ഈ പോയിന്റിലെല്ലാം സ്ലോപ്പ് നെഗറ്റീവാ, സമ്മതിക്കുന്നു. പക്ഷേ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഈ തൊട്ട് മുമ്പുള്ള ഈ പോയിന്റിലെ സ്ലോപ്പിനെക്കാട്ടിലും കൂടുതലാണ് ഈ താഴത്തെ സ്ലോപ്പ്. കാരണം അതെങ്ങനെ ഇപ്പൊ അനലോഗി പറയാം. ഓക്കെ, ഞാൻ ഒരു -10 തൊട്ട് 0 വരെ ഒരു വാല്യൂ കൊടുക്കുക. -10, -9, -8, -7, -6 എന്ന് പറയുന്ന വാല്യൂസ് എല്ലാം നെഗറ്റീവാണ്. പക്ഷെ -10ന്ന് 0 നമ്മൾ പോകുമ്പോൾ അവർ കൂടി വന്നോണ്ടിരിക്കുക. ഓക്കെ, അനലോഗ് നിങ്ങൾക്ക് മനസ്സിലായില്ല? അതായത് ഞാൻ -10 തൊട്ട് 0 വരെ വാല്യൂ കൊടുക്കുക, എന്നിട്ട് ഞാൻ -10ന്ന് 0 പോവാ. ഞാൻ -10ന്ന് -9 വരുമ്പോൾ ഉണ്ടാകുന്ന കേസ് എന്താ? അവിടെ -10 നെഗറ്റീവ് നമ്പറാ, -9 എന്ന് പറയുന്നത് നെഗറ്റീവ് നമ്പറാ. പക്ഷേങ്കിൽ -9 എന്ന് പറയുന്ന നമ്പർ -10നെക്കാട്ടി കൂടുതലാ. ഓക്കെ, അതായത് ഞാൻ ഒരു നെഗറ്റീവ് നമ്പറിൽ നിന്ന് വേറെ നെഗറ്റീവ് നമ്പറിലോട്ടാ വന്നത്. പക്ഷെ വന്നത് തന്നെ ഒരു ചെറിയ നെഗറ്റീവ് നമ്പറിൽ നിന്ന്, അല്ല, ഒരു വലിയ നെഗറ്റീവ് നമ്പറിൽ നിന്ന് ഒരു ചെറിയ നെഗറ്റീവ് നമ്പറിലോട്ടാണ് വന്നത്. അതായത് ബേസിക്കലി വാല്യൂസ് നെഗറ്റീവ് ആയിരിക്കാം, പക്ഷെ ഞാൻ കൂടി വന്നുകൊണ്ടിരിക്കുക. ഓക്കെ, അതേ കേസ് തന്നെ -9, -8, -8 -6 അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ പോകുന്ന വഴിക്കുള്ള വാല്യൂസ് എല്ലാം നെഗറ്റീവ് ആയിരിക്കാം, പക്ഷെ ഞാൻ കൂടി പൊക്കൊണ്ടേ ഇരിക്കുക. മനസ്സിലായി? അതേ സംഭവം തന്നെ ഇവിടെ സംഭവിക്കുന്നു ഈ സ്ലോപ്പിന്റെ കാര്യത്തിൽ. അതായത് ഈ പോയിന്റ് തൊട്ട് താഴോട്ട് നമ്മുടെ സ്ലോപ്പ് നെഗറ്റീവാ, പക്ഷെ സ്ലോപ്പ് കൂടി വന്നുകൊണ്ടിരിക്കുക. ഓക്കെ, സ്റ്റിൽ ഞാൻ സമ്മതിക്കുന്നു ഈ പോയിന്റിലെല്ലാം സ്ലോപ്പിന്റെ വാല്യൂ നെഗറ്റീവാണ്, പക്ഷെ സ്ലോപ്പിന്റെ വാല്യൂ കൂടി വന്നുകൊണ്ടിരിക്കുക. ഓക്കെ, എങ്ങനെ സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് ഞാൻ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്.
ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. എന്ത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 അല്ലെങ്കിൽ ഡെൽറ്റ എക്സ് ടെൻസ് ടു 0. ഓക്കെ, ഞാൻ പറഞ്ഞ അവിടെ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കൺഫ്യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി ആ ഹയസ്റ്റ് പോയിന്റ് തന്നെ നോക്ക്. കണ്ട, സ്ലോപ്പ് കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞ്, അതായത് സ്ലോപ്പ് ഭയങ്കര നെഗറ്റീവ് ആയിരുന്നൊരു വാല്യൂന്ന് എന്ത് സ്ലോപ്പ് കുറഞ്ഞ് 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 എന്ത് കണ്ട കുറഞ്ഞ് 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 എന്ത് കുറഞ്ഞ് കുറഞ്ഞ് അത് കുറഞ്ഞ് 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 0-ലെത്തി. കണ്ടോ? സ്ലോപ്പ് 0-ലെത്തി. ഇവിടെ സ്ലോപ്പ് എങ്ങനെ 0 ആയി? ഇതേ കണ്ണു നോക്കട്ടെ, ഫ്ലാറ്റ് ലൈൻ. ഓക്കെ, ഫ്ലാറ്റ് ലൈൻ. ഫ്ലാറ്റ് ലൈനിൽ എങ്ങനെ സ്ലോപ്പ് 0 ആയിരിക്കും എന്നുള്ളത് നമ്മൾ ഓൾറെഡി മൾട്ടിപ്പിൾ ടൈംസ് പറഞ്ഞിട്ടുണ്ട്. അതിനെങ്ങനെയാണ് സ്ലോപ്പിന്റെ ഇക്വേഷൻ? എന്താ? ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. ഓക്കെ, ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. ഈ കാണുന്ന ഫ്ലാറ്റ് ലൈൻ എന്ന് പറഞ്ഞല്ലോ, ഈ ലൈൻ എന്തിനോടാ ഫ്ലാറ്റ്? അതായത് ഈ കാണുന്ന എക്സ് ആക്സിസിനോട് പാരലൽ ആണ് നമ്മുടെ ഈ പറയുന്ന ഈ ബ്ലൂ ഡോട്ടഡ് ലൈൻ. അതായത് ഫ്ലാറ്റ് ആയിട്ട് കിടക്കുക, കുത്തനെ താഴോട്ടോ ഇരിക്കുകയല്ലോ കുത്തനെ മേലോട്ടോ ഇരിക്കുകയല്ലോ, ഫ്ലാറ്റ് ആയിട്ട് ഇരിക്കുക. ഫ്ലാറ്റ് ആയിട്ട് ഇരിക്കുന്നത് എന്നുള്ളതിന്റെ അർത്ഥം എന്താ? ഈ കാണുന്ന എക്സ് ആക്സിസുമായിട്ട് പാരലല്ല. ഈ എക്സ് ആക്സിസുമായിട്ട് പാരലൽ എന്ന് പറയുന്ന ഒരു ലൈൻ തന്നെ ബേസിക്കലി എന്താ? അതായത് എല്ലാ പോയിന്റിലും എന്ത് വൈയുടെ വാല്യൂ സെയിം ആയിരിക്കും. അതായത് നിങ്ങളൊരു ഫ്ലാറ്റ് ലൈൻ എടുക്ക്. ഓക്കെ, ഇത് ബേസിക് ജോമെട്രിയാ. നിങ്ങളൊരു ഗ്രാഫ് വരച്ചിട്ട് എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് നിങ്ങളൊരു ലൈൻ വരച്ചു നോക്ക്. ലൈൻ വരച്ചാൽ ആ ലൈനിന്റെ എല്ലാ പോയിന്റിലെയും വൈ വാല്യൂ സെയിം ആയിരിക്കും, കാരണം എക്സ് വാല്യൂ മാറുന്നുള്ളൂ. ഇവിടുത്തെ കേസ് എന്താ? ഇവിടുത്തെ എക്സ് നെഗറ്റീവ് നമ്പറിൽ നിന്ന് ഇവിടം വരെ 0-ലോട്ട് എത്തി എക്സ് പോസിറ്റീവ് ആയിക്കൊണ്ടിരിക്കുക. പക്ഷെ വൈ എന്താ? ഇവിടെ വൈ എന്ന് പറയുന്നത് -0.715822. ആ വൈ വാല്യൂ ആയിരിക്കും ബേസിക്കലി ഇവിടെ മൊത്തം. ഓക്കെ, അപ്പൊ നമ്മുടെ സ്ലോപ്പിന്റെ ഇക്വേഷൻ എന്താ? ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വൈ. ഇവിടെ ചേഞ്ച് ഇൻ വൈ ഇല്ല, ഇവിടെ വൈ കോൺസ്റ്റന്റാ. സോ അത് ബേസിക്കലി 0 ആയി. സോ ഫ്ലാറ്റ് ആയിട്ട് കിടക്കുന്ന ലൈനിന്റെ സ്ലോപ്പ് 0 ആയത് എങ്ങനെയാന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ആൻഡ് ഇത് എവിടാ 0 ആയത് സ്ലോപ്പ്? ഈ കാണുന്ന മിനിമേലല്ലേ ലൈൻ ഫ്ലാറ്റ് ആയിട്ട് വീണേ. പിന്നെന്താ? ഇതാ നമ്മുടെ സ്ലോപ്പ് പിന്നെ കൂടിപ്പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, ദാണ്ട ഈ പോയിന്റിന് പിന്നെ സ്ലോപ്പ് കൂടിപ്പോയിക്കൊണ്ടിരിക്കുക. കൂടി 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 എവിടം വരെ എത്തി? ഇവിടം വരെ കൂടി വന്നിട്ട് ഓക്കെ, സപ്പോസ് കണ്ട ഈ ഒരു പോയിന്റ് വരെ കൂടി എത്തിയിട്ട് പിന്നെ കുറയുക. കണ്ടോ? ഓക്കെ, നിങ്ങൾക്ക് ആ സ്ലോപ്പിന്റെ ബിഹേവിയർ തന്നെ മനസ്സിലാവും. പിന്നെ കുറഞ്ഞ് 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 എന്തെത്തി? വീണ്ടും ഒരു ഫ്ലാറ്റ് ലൈനിലെത്തി. അതായത് ഇവിടെ എന്താ? ഇവിടെ ഈ ലൈനിന്റെ കേസ് എന്താ? നോക്ക്, ഫ്ലാറ്റ് ആയിട്ട് കിടക്കുക. അതായത് എക്സ് ആക്സിസിന് ഫ്ലാറ്റ് ആയിട്ട് കിടക്കുക. എക്സ് ആക്സിസിന് ഫ്ലാറ്റ് ആയിട്ട് കിടക്കുന്ന ലൈനിന്റെ സ്ലോപ്പ് എന്താണ്? അതായത് ഈ നമ്മൾ ഈ വരച്ചു വെച്ചേക്കുന്ന ടാൻജന്റ് ബേസിക്കലി സ്ലോപ്പ് അറ്റ് ദാറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 0 ആണ്. നമ്മളിപ്പോ തൊട്ടു മുമ്പേ മിനിമേ കണ്ട അതേ കോൺസെപ്റ്റ്. ഓക്കെ, പിന്നെ എന്ത് ചെയ്താണ്ട സ്ലോപ്പ് പിന്നെ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. കുറഞ്ഞ് 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 പിന്നെ ഭയങ്കരമായിട്ട് കണ്ട പറയുക. ഓക്കെ, അതായത് ബേസിക്കലി ഇതിന്റെ മോശം നോക്കിക്കഴിഞ്ഞാൽ സ്ലോപ്പ് ഈ ഏറ്റവും ലെഫ്റ്റിലത്തെ പോയിന്റിന് കൂടി 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 ഇവിടം വരെ എത്തി 0-ൽ എത്തിയിട്ട് പിന്നെയും കൂടി 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 ഈ ഒരു പോയിന്റ് വരെ കൂടിയിട്ട് പിന്നെ കണ്ട കുറഞ്ഞ് 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 ഇവിടെ എത്തി 0 ആയിട്ട് പിന്നെ ഭയങ്കരമായിട്ട് കുറഞ്ഞു വന്നുകൊണ്ടേ ഇരിക്കുക. സോ ബേസിക്കലി ഇത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഈ സ്ലോപ്പ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് ആയിട്ടുള്ള രണ്ട് പോയിന്റേ ഉള്ളൂ. ഒന്ന് ഈ പോയിന്റും ഒന്ന് ഈ പോയിന്റും. അതായത് ഫ്ലാറ്റ് ടാൻജന്റ് ലൈൻ, അതായത് സ്ലോപ്പ് 0. 2 പോയിന്റ്, ഏത്? മിനിമേ മാക്സിമേ. ഓക്കെ, ആ 2 പോയിന്റിൽ മാത്രമേ ഇവർ 0 ഉള്ളു. ഓക്കെ, അതിൽ തന്നെ നമ്മൾ നമ്മുടെ സൊല്യൂഷൻ കണ്ടുപിടിച്ചു. എങ്ങനെ ഡെറിവേറ്റീവ് ഇവിടെ ലോക്കൽ മിനിമം മാക്സിമം കണ്ടുപിടിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് ഡെറിവേറ്റീവ് അറ്റ് എ പോയിന്റ്, സ്ലോപ്പ് അറ്റ് എ പോയിന്റ് 0 ആണെങ്കിൽ ആ പോയിന്റ് ഒരു ലോക്കൽ മിനിമം ലോക്കൽ മാക്സിമം ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ, ലോക്കൽ മിനിമം ലോക്കൽ മാക്സിമം ആവാം. അതെങ്ങനെയാണ് മിനിമം മാക്സിമം എന്നുള്ളത് നമുക്ക് തൊട്ട് മുമ്പുള്ള വാല്യൂസ് വെച്ച് പറയാൻ പറ്റും. എങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പക്ഷെ ഇത്രയും മാത്രം നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു ഗ്രാഫിൽ ഡെറിവേറ്റീവ് അറ്റ് എ പോയിന്റ് എന്ന് പറയുന്നത് 0 ആണെങ്കിൽ അതൊന്നെങ്കിൽ ഒരു ലോക്കൽ മിനിമം ആകാം, അല്ലെങ്കിൽ ലോക്കൽ മാക്സിമം ആവാം, ചിലപ്പോൾ ഗ്ലോബൽ മിനിമം ഗ്ലോബൽ മാക്സിമം ആവാം. ഓക്കെ, ആ ഒരു ഐഡിയ കിട്ടിയ എങ്ങനെ ഡെറിവേറ്റീവ് ആയെന്ന് വിഷ്വലി തന്നെ നിങ്ങൾ കണ്ടില്ലേ ലൈൻ എങ്ങനെ ഫ്ലാറ്റ് ആയെന്നുള്ള. ഓക്കെ, ഇനി ഈ പറഞ്ഞ ലൈനൊക്കെ എന്താണെന്ന് അറിയണം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ് നോക്കണം, എന്നാലും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമ്മുടെ ഒരു എൻ്റെ ജേർണി ഫോളോ ചെയ്ത് വരുന്നവർക്ക് സുഖത്തെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇല്ലെങ്കിൽ പേടിക്കേണ്ട, ജസ്റ്റ് അവിടെ കയറി നോക്കിയാൽ മതി. കാരണം ഞാൻ വീണ്ടും വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാത്തത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങൾക്ക് നല്ല ബോറിംഗ് ആയിട്ട് തോന്നും വരുന്നവർക്കും. പിന്നെ മാത്രമല്ല സമയം എനിക്ക് നഷ്ടമായിരിക്കും.
സോ ഇപ്പൊ നമ്മൾ എന്താണ് ഗ്ലോബൽ മിനിമ, ഗ്ലോബൽ മാക്സിമ, ലോക്കൽ മിനിമ, ലോക്കൽ മാക്സിമ, ഇവരുടേതായിട്ടുള്ള ഉപകാരങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ ഇവരെ ഡെറിവേറ്റീവ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ നമ്മൾ പറഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞ് ഇനി രണ്ടാമത്തെ ഒരു ആപ്ലിക്കേഷൻ പറഞ്ഞുതരാം. അതായത് റേറ്റ് ഓഫ് ചേഞ്ച്. റേറ്റ് ഓഫ് ചേഞ്ച് എന്താണെന്ന് പറഞ്ഞുതരാം, സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ശ്രദ്ധിച്ചിരുന്നാൽ മതി, ഇതുപോലെ തന്നെ എളുപ്പം. ഓൾറെഡി നമ്മൾ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഇനി നമ്മുടെ റേറ്റ് ഓഫ് ചേഞ്ചിന്റെ കോൺസെപ്റ്റ്. റേറ്റ് ഓഫ് ചേഞ്ചിന്റെ കോൺസെപ്റ്റ് വേറെ ഒന്നുമില്ല. ഈ ഒരു ട്രയാങ്കിൾ ഉണ്ടോ, ഈ ഒരു ട്രയാങ്കിൾ ഞാൻ ഈ റെഡ് സൈഡ് ഞാൻ ഇങ്ങനെ മൂവ് ചെയ്യാം. ബേസ്, അതായത് ഞാൻ ബേസ് കൂട്ടുമ്പോൾ ഇവിടെ ബേസ് മാത്രമാണോ കൂടുന്നല്ലോ, ഇവിടെ ബേസ് കൂട്ടുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അതിനനുസരിച്ച് ഹൈറ്റും ഹൈപ്പോട്ടന്യൂസും കൂടുന്നുണ്ട്. ശ്രദ്ധിച്ചു നോക്കണ്ട, ഞാൻ ബേസ് കൂടുന്നതിനനുസരിച്ച് ഹൈറ്റ് ഹൈപ്പോട്ടന്യൂസും കൂടുന്നുണ്ട്. ഓക്കെ, അതാണ് ബേസിക്കലി സംഭവം. അതുപോലെ ഞാൻ എന്താണ് ഈ പറയുന്ന നമ്മുടെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഹൈപ്പോട്ടന്യൂസും മാറുന്നുണ്ട്. അതായത് ബേസിക്കലി ഇപ്പൊ ഈ കാണുന്ന ടേംസ് ഒന്ന് വായിച്ചു നോക്കാൻ നിൽക്കട്ടെ, ഇത്രയും മാത്രം അറിഞ്ഞാൽ മതി. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം മാറുമ്പം ഓക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റേ കാര്യം എത്രത്തോളം മാറുന്നു. ഓക്കെ, അതാണ് ബേസിക്കലി. പിന്നെ നമ്മൾ ഓൾറെഡി നമ്മുടെ ലൈൻ ബെൻഡിങ്ങിൽ തന്നെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ബേസിക്കലി ഒരു സ്പീഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ്. അതായത് ഡിസ്റ്റൻസ് ടൈമിനനുസരിച്ച് എത്രത്തോളം ചേഞ്ച് ചെയ്യുന്നു എന്നുള്ള കോൺസെപ്റ്റ്. ഓക്കെ, അതുപോലെ ആക്സിലറേഷൻ എന്താ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് അപ്പം സ്പീഡ്. ഇവിടുത്തെ കേസ് വരുമ്പോൾ ഇവിടെ ഞാൻ ഈ പറയുന്ന റെഡ് ബേസ് മാറ്റുമ്പോൾ എൻ്റെ ഹൈറ്റും അതിനനുസരിച്ച് മാറുന്നുണ്ട്, ഹൈപ്പോട്ടന്യൂസും അതിനനുസരിച്ച് മാറുന്നുണ്ട്. അല്ല ഞാൻ ഈ പറയുന്ന എൻ്റെ ഈ ഓൾട്ടിറ്റ്യൂഡ് മാറ്റുമ്പോൾ അതിനനുസരിച്ച് ഹൈപ്പോട്ടന്യൂസും മാറുന്നുണ്ട്. കണ്ടോ, അതായത് ഞാൻ ഏതൊരു ഒരു വാല്യൂ ചേഞ്ച് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു വാല്യൂ ചേഞ്ച് ആണ്. അപ്പൊ അതിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കുക, അത്രേ ഉള്ളൂ ബേസിക്കലി. ഓക്കെ, ഇനി ഇതിന്റെ ശരിക്കുള്ള ആപ്ലിക്കേഷൻ എക്സാമ്പിൾസ് പറഞ്ഞുതരാം, എന്തായാലും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ,